ഈ ബിഗ് ബോസ് സീസണിലെ ഒരു വിന്നിംഗ് മെറ്റീരിയലാണ് ജിൻഡോ. ഒരുപക്ഷെ സിജോയ്ക്ക് അടി കിട്ടിയില്ല എങ്കിൽ, സിബിൻ വന്നില്ലായിരുന്നുവെങ്കിൽ കപ്പടിക്കാൻ സാധ്യതയുള്ള ആള്. ഇപ്പോഴും ചാൻസ് ഉണ്ട്. വന്ന ദിവസം മുതലേ ആക്റ്റീവാണ്. ഗബ്രിയായിട്ടും ജാസ്മിനായിട്ടും നോറയായിട്ടും റസ്മിനായിട്ടുമുള്ള പ്രശ്നങ്ങളാണ് ജിൻഡോയ്ക്കൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയത്. പവർ ടീമിലുള്ളപ്പോൾ അർജുനും റസ്മിനും കൂടെ ഒറ്റപ്പെടുത്തി ജിൻഡോയ്ക്ക് ഫാൻസിനെ ഉണ്ടാക്കി കൊടുത്തു. 2ലേറെ തവണ കറുപ്പ് നിറത്തിൻ്റെ പേരിൽ വംശീയ അധിക്ഷേപം ജിൻഡോ നേരിട്ടു. എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും ഭാഗ്യമുള്ള ഒരാൾ ജിൻഡോയാണ്. കാരണം ജിൻഡോ എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിക്കുന്ന ഒരു ദിവസം ജിൻഡോ എയറിലാവുമെന്ന് എല്ലാവരും കരുതുന്നു. എന്നാൽ അതേസമയം ജിൻഡോ ചെയ്തതിനേക്കാൾ വലിയ തെറ്റ് അല്ലെങ്കിൽ ഒരു അനീതി ജിൻഡോയ്ക്കെതിരെ ഉണ്ടാകും. അതിൽ പിടിച്ച് ജിൻഡോ കണ്ടന്റ് ഉണ്ടാക്കും. ജിൻഡോ കാണിച്ച തെറ്റ് അല്ലെങ്കിൽ മണ്ടത്തരം അതിൽ മുങ്ങിപ്പോകും. 10ാം ക്ലാസ് മാത്രം പഠിച്ച, ബാറിലൊക്കെ ജോലി ചെയ്ത വെറും ഒരു സാധാരണക്കാരൻ നാട്ടുമ്പുറത്തുകാരനാണ് ജിൻഡോ. ആ ഒരു കാര്യം ഭൂരിഭാഗം ഓഡിയൻസിലേക്കും ജിൻഡോയെ പെട്ടെന്ന് കണക്റ്റ് ആക്കും. ജിൻഡോയ്ക്ക് ഒരു പോയിന്റ് കിട്ടിയാൽ അത് പൂർണ്ണമായും സംസാരിച്ച് മറ്റുള്ളവരെ അടിച്ചിരുത്താനുള്ള കഴിവില്ല. വിന്നിംഗ് മെറ്റീരിയലായ സിബിനും ജിൻഡോയും എപ്പോൾ വേണമെങ്കിലും റെഡ് കാർഡ് കിട്ടി പുറത്തു പോകാനും മതി. അതുകൊണ്ട് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ക്യാപ്റ്റൻസിയെ പലരും കുറ്റം പറഞ്ഞു കണ്ടു. ക്യാപ്റ്റൻ പവർ റൂമിൽ അല്ലെങ്കിലും പവർ ടീമിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ പവർ ടീമിനൊപ്പം നിന്നതിനെ അവരുടെ മുന്നിൽ പോയി കുനിഞ്ഞു നിന്നു എന്നൊക്കെ ഗബ്രി പറയുന്നത് വളരെ മോശമായിരുന്നു. സിബിൻ്റെ നിഴലാവാതെ സൈഡ് റോളിൽ പോകാതെ ജിൻഡോ മെയിൻ ആവണം. വീട്ടിലൊരു ത്രികോണ മത്സരം ഉണ്ടാകട്ടെ. ജാസ്മിൻ, ജിൻഡോ, സിബിൻ 3 പേർക്കും നല്ല ഫാൻസ് ഉണ്ട്.